ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് മഞ്ജു ആൻ്റണി. ഇവളെയൊന്നും വില കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവളുടെ ആ വന്നിരുന്നുകൊണ്ടുള്ള ഒരു പ്രഹസനം കണ്ടപ്പോൾ എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. അത് തന്നെയാണ് അവളുടെ ലക്ഷ്യവും. പക്ഷേ ഇതിനകത്ത് ഞാൻ കൂടുതലും എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ നാഗച്ചേച്ചിയാണ് ഇതിനകത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഒരു പൊടി മിസ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് കാണുക. കാരണം എനിക്ക് പറയാനുള്ളതെല്ലാം നാഗച്ചേച്ചി കൊണ്ടാണ് ഞാൻ പറയിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ആൻ്റണിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇട്ട ബിഷപ്പിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ, ബിഷപ്പ് അല്ലേ ബിഷപ്പാകും. അത് തന്നെ ഞാൻ പറഞ്ഞ ആ ബിഷപ്പ് എങ്ങനെ ഇരിക്കുന്നു, ചന്തികൊണ്ടിരിക്കുന്നു. പിന്നെ നീ എന്താ തലയും കുത്തിയാണോ ഇരിക്കുന്നത്? അല്ലല്ലോ, സാധാരണ മനുഷ്യർ ഇരിക്കുന്ന കണക്ക് തന്നെ നമ്മളിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി ഓവറായിട്ടായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പം ശരി, ബാക്കി കണ്ടു നോക്കാം. ബിഷപ്പല്ല, ബിഷപ്പാമ്പ്. ശരിയാണ്, അദ്ദേഹം ബിഷപ്പാമ്പ് ആയതുകൊണ്ടാണ് തന്റെ പേരിലുള്ള തന്റെ കുടുംബക്കാർ അനുഭവിക്കേണ്ട കുറച്ച് സ്ഥലം, അതായത് 30-35 ലക്ഷം രൂപ വിലമതിക്കുന്ന ആ സ്ഥലം ദാനമായിട്ട് മഹതിക്ക് അങ്ങോട്ട് തന്നത്. ആണോ? പക്ഷെ നിന്റെ ഈ ശ്വാസം മുട്ടലും വെപ്രളം ബേഹാരമൊക്കെ കണ്ടാത്തൊന്നും നിനക്ക് കിട്ടേണ്ടുന്ന സ്വത്താണ് ഇപ്പം അത് വേറെ ഒരാൾക്ക് പോയെന്ന്. കൂൾ ഡൗൺ. ശ്വാസം പിടിച്ച് അടക്കി പിടിച്ച് മെല്ലെ സാവധാനത്തിൽ പറയൂ. എന്തിനാ ഇങ്ങനെ BP കൂട്ടുന്നത് കുഞ്ഞേ? അടങ്ങിയിരിയടി. പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നിൻ്റെ അടുത്ത്. വിശന്ന് വലഞ്ഞ് റോഡിൽ കിടക്കുന്ന ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ഒരു മുന്തിയ ഹോട്ടലിൽ കൊണ്ടിരുത്തി വയറ് നിറച്ചും ഭക്ഷണം മേടിച്ചു കൊടുത്ത് വെള്ളവും മേടിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഏമ്പക്കവും പിടിപ്പിച്ച് എന്ന് മനസ്സിലായില്ല. അപ്പോൾ വിശന്ന ഒരാൾക്ക് വയറ് നിറച്ച് ആഹാരം കൊടുത്തിട്ട് ദൂരോട്ട് നീങ്ങി നിർത്തി വയറ് നോക്കി ഒറ്റ ചവിട്ട് കൊടുത്ത് എങ്ങനെ ഇരിക്കും? അതാണ് ഇതിൻ്റെ അവസ്ഥ. ഈ കമൻറ്റ് ഞാൻ നേരത്തെ ഇട്ട ഒരു വീഡിയോയുടെ താഴെ സുനിത വിജയൻ, അതായത് ഞങ്ങളുടെ സ്വന്തം സുനാമ ഇട്ടൊരു കമൻറ്റാണ്. എനിക്കത് നല്ലൊരു കോമഡി ആയിട്ട് തോന്നി. മാത്രമല്ല നല്ല അർത്ഥവത്തായ വാക്കുമാണെന്ന് തോന്നിയത് കൊണ്ടാണ് എൻ്റെ ഈ വീഡിയോയിൽ ഞാനത് മെൻഷൻ ചെയ്ത് പറയുന്നത്. ഓക്കെ, എൻ്റെ പൊന്നു നാഗച്ചേച്ചി കാത്തോളണേ. രണ്ട് പറയണമെന്നാ? പറഞ്ഞു. എടാ മയിരെ, നിന്റെ അടുത്ത് ഞാൻ ഭിക്ഷ എടുക്കാൻ വന്നോ? നിന്നെ പോലുള്ള പൊട്ടന്മാരാണ് ഈ കമന്റ് ഇടാൻ വരുന്നത്. ഇത്തിരി ബുദ്ധിയെങ്കിലും പ്രയോഗിക്ക്. നിന്നെ പോലുള്ള മുഴുവട്ടന്മാരും പൊട്ടന്മാരും താന്തോതികളും വിവരവും വിദ്യാഭ്യാസവും പിന്നെ ഒട്ടുമില്ലാത്ത നാറികൾ നീയൊക്കെ തന്നെയാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ അപമാനം. നീ എന്ത് മയിരുണ്ടാക്കുന്നുണ്ട്? അയ്യോ എൻ്റെ നാഗച്ചേച്ചി മതി, നമുക്ക് അടുത്ത വീഡിയോ കണ്ടു നോക്കാം. രണ്ടുപേരും കൂടെ ഞെളിഞ്ഞിരുന്ന് പരിഹസിക്കുന്നത് ഈ പറഞ്ഞ വിഷപ്പാമ്പ്, നീയൊക്കെ പറഞ്ഞ ആ വിഷപ്പാമ്പ് ദാനം തന്ന മുതലിൽ ഇരുന്നിട്ടാണ് അവിടെ ഇരുന്ന് പരിഹസിച്ചത്. നല്ലോണം കണ്ണൂർ നോക്കടി. അവിടെ ആരാടി ഞെളിഞ്ഞിരിക്കുക പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന? അങ്ങനൊന്നും അല്ലല്ലോ ഇരുന്നത്. മാന്യമായ രീതിയിൽ ഇരുന്നല്ലേ ഞങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പം ഇവളീ പറയുന്ന ഈ വീഡിയോ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിറ്റ തോന്നുന്നത് എന്താണെന്ന് വെച്ചാലേ, ഇവളെ അച്ഛനെ സപ്പോർട്ട് ചെയ്താണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അത് എല്ലാവരും നോട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിനെ നല്ലതാക്കാനുള്ള രീതിയിലാണ് ഇവളീ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലൈവ് വീഡിയോയിൽ ബിഷപ്പല്ല, ഞാൻ ബിഷപ്പ് എന്ന് പറഞ്ഞപ്പോൾ രേണുസുതി പറഞ്ഞു ബിഷപ്പല്ല ബിഷപ്പ് എന്ന് പറഞ്ഞു. അത് ഒരു പ്രാവശ്യം പറഞ്ഞ് അത് കഴിഞ്ഞു. ഇവളിപ്പോൾ എത്ര പ്രാവശ്യമാടി നീ ഇപ്പോൾ ആ വിളിച്ചത് അദ്ദേഹത്തിന്? കഷ്ടം, എന്തൊരു വിരോധാഭാസം മോളെ. ഇതിന് നഗച്ചിക്ക് രണ്ട് പറയണമെന്നാ? പറഞ്ഞു കുഴപ്പമില്ല, പറഞ്ഞു. ഇങ്ങോട്ട് കയറി വന്നത് മയിരെ പുണ്ടോ? അവൾ വന്നേക്കുവാ എന്നെ ഉപദേശിക്കാൻ വേണ്ടി. എങ്ങാണ്ട് പാരപൂറി മോള് അവിടെ ID തപ്പി വേറെ വല്ലതും അവിടെ ID-യിലോട്ട് ചെല്ലണം. അതിനുവേണ്ടി അവള് ഫേമസ് ആവുന്നില്ല, അവള് പ്രശസ്തി ആവുന്നില്ല, കുപ്രശസ്തി ആവുന്നില്ല. അതിന് എന്റെ കോണത്തിനകത്തോട് കയറി അങ്ങ് വലിയ ആളാവാൻ കളിക്കുക. മയിരെ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആവ്. ഇങ്ങനെ മരം ഇതുപോലെ കുറെ മൈരുതി ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ വലുത് സ്വപ്നങ്ങളിൽ മാത്രം കേട്ടോ. അദ്ദേഹം ദാനമായിട്ട് തന്നതുകൊണ്ടാണല്ലോ ഇപ്പം രണ്ടുപേരും അവിടെ മൂടും താങ്ങിയിരുന്ന് ഈ ഒരു വർത്തമാനം അവിടെ നിന്ന് പറയുന്നത്. അദ്ദേഹത്തെ വിഷപ്പാമ്പെന്ന് വിളിക്കാനായിട്ട് നിന്നെ ആളാക്കിയതും ഈ പറഞ്ഞ ആള് ദാനം തന്നതുകൊണ്ടാണല്ലോ. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? ഇല്ല, അതറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരല്പം പോലും ഉളുപ്പില്ലാത്ത സ്ത്രീകളാണ് ഈ രണ്ടാമോ ഇരിക്കുന്നതെന്ന് നല്ലതുപോലെ. ഈ ആരാ ഞങ്ങളെല്ലാവരും? നിന്നെ പറയുമ്പോ നിനക്ക് പറഞ്ഞാൽ പോരെ? നീ എന്തിനാ വാക്കുകളോടെ കൂട്ടുപിടിക്കുന്നത്? അല്ല, ഇത് ആരാണ് ഈ ഞങ്ങളെല്ലാവരും? ഓ മനസ്സിലായി. അല്ല, എങ്ങനെ ബാല ട്രിപ്പൊക്കെ എങ്ങനെ പോകുന്നു? സ്മൂത്തായിട്ട് പോകുന്നുണ്ടല്ലോ. ഞാനൊരു ഫ്രീ പ്രൊമോഷൻ തന്നതുകൊണ്ട് നിന്റെ ബിസിനസ്സും അടിപൊളിയായിട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, എൻ്റെ എല്ലാവിധ ആശംസകളും. ഞാൻ ഒരു സംശയിച്ചിട്ട് നീ ഇങ്ങനെ വന്നിരുന്ന് ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞ് ഈ ആരെ ഈ സൂചിപ്പിക്കുന്നേ?
നിന്നെ മാത്രം പറഞ്ഞാൽ പോരെ? അതോ ഈ ഞങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അതിൽ? ആണോ? അയ്യോ പറഞ്ഞു 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 പറഞ്ഞു. അയ്യോ എന്നെ കൊന്നേനെ. അപ്പോഴേ ഞാനിത് പറയുമ്പോൾ ആളുകൾ എനിക്ക് പണം തരും. അതാണ് ഞാൻ വാങ്ങിക്കാൻ മിടുക്കത്തിയാണ്. എൻ്റെ ഒരു വാക്ക് മതി. ഞാനൊരു എഴുത്തുകാരിയാണ്, തുടർന്ന് പറച്ചിലുകാരിയാണ്. ഒരു വാക്ക്, എൻ്റെ ഒരു വാക്കിന് ഇത്ര രൂപ വെച്ചാൽ ഞാൻ വാങ്ങിക്കുന്നത്. അതിന് ക്യാഷ് കിട്ടിയപ്പോൾ തീരും. കാരണം എനിക്ക് ചിലവുകളുണ്ട്, ഇവിടെ ധാരാളം കാര്യങ്ങളുണ്ട്, ചിലവുണ്ട്. മതി. അടുത്ത വീഡിയോ ബിഷപ്പ് കൊടുത്ത കേസിന്റെ പേരിൽ കുറെ സംസാരിച്ച് വലിയ ആളാണ്, മഹാറാണി അതൊക്കെ പറഞ്ഞ് വന്ന് ഞെളിഞ്ഞിരിക്കുന്നത് ആ മനുഷ്യൻ ദാനം തന്ന മുതലാണ്. അതൊക്കെ മറന്നുപോയോ? ബീന ആന്റണി, സീന ആന്റണി ഒന്നുമല്ല, ബാബു ആന്റണി ഒന്നുമല്ല, മഞ്ജു ആന്റണി. ഈ പറയുന്ന ആള് സജീന എം, അല്ലാതെ എം അല്ല. അറ്റത്ത് എടി മോളെ, നിന്റെ അറ്റത്ത് നീ ആരെയോ പിടിച്ച് കിടത്ത്. അത് പക്ഷേ എൻ്റെ അറ്റത്ത് കിടത്തണ്ട. എൻ്റെ അറ്റത്ത് സജീന എം അല്ല, സജീന എന്നാ. എനിക്കൊരൊറ്റ തന്തേ ഉള്ളൂ. ആ എൻഷനിൽ തന്നെ ജീവിതം വരെ കൊണ്ടുപോകാനാണ് എൻ്റെ താല്പര്യം. ഓക്കെ? അതേടി, മഹാറാണിയെ പോലെ തന്നെ ഇരുന്ന് സംസാരിക്കും. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ഏത് വീഡിയോ ഇട്ടാലും അതിനകത്തൊരു സത്യമുണ്ട് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മഹാറാണിയെ പോലെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. അന്തസ്സായിട്ട് ഞെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അച്ഛന് പറഞ്ഞതിന് നഗച്ചേച്ചിക്ക് എന്താണ്ട് പറയണമെന്നാ? എൻ്റെ പൊന്നു ചേച്ചി, ഞാനൊന്ന് വീഡിയോ ഇട്ടോട്ട്. എല്ലാത്തിനും വന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ആ ശരി ശരി ശരി. ഓ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ഓ എൻ്റെ പൊന്നി നഗച്ചേച്ചിയെ കൊണ്ട് സഹിക്കാൻ വയ്യേ. എഴുതി വയ്ക്കുന്ന ആൾക്കില്ല എന്നുള്ളതാണ്. അതാ ഞാൻ പൊട്ടന്മാര്, വിവരമില്ലാത്ത തെണ്ടി നാറിച്ചുകൾ. കാരണം അവന് ഭയമാണ്, പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ അവന് ഭയമാണ്. ഉണ്ടതയിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് പരതുവാണ്. നാണുമാനം ഉണ്ടോ മൈരെ നിനക്ക്? ലോകത്തിന് വെളിയിലേക്ക് സഞ്ചരിക്കും. ചുറ്റും നോക്ക്, ആളുകൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു. ചെയ്തതൊക്കെ നാഗാദേവി, മറ്റാരും ഒന്നും ചെയ്യുന്നില്ല. എന്ത് ചെയ്താലും നാഗാദേവി. ഓ മതി. അടുത്ത വീഡിയോ ഒന്ന് കാണട്ടെ. ഇവിടുന്ന് ഒരു പേര് മഞ്ജു ആന്റണി ചേച്ചിക്ക് കാണിച്ചു തരാന്ന്. മഞ്ജു ആന്റണി ചേച്ചി ഞാൻ 1000 രൂപ ഇപ്പൊ തരാം. ലൈവിൽ വന്നിരുന്ന് രേണു മഞ്ജു ആന്റണി എന്ന് വിളിച്ചപ്പോൾ അവിടെ ഒരു സന്തോഷം കണ്ടില്ലേ? സന്തോഷിച്ചോ. ഫ്രണ്ട് ഇവിടുന്ന് ഒരു പേര് മഞ്ജു ആന്റണി ചേച്ചി കാണിച്ചു തരാന്ന്. മഞ്ജു ആന്റണി ചേച്ചി ഞാൻ 1000 രൂപ. നിന്റെ തലയിൽ പേൻ ഉണ്ടോ എന്ന് നോക്കി നിന്റെ തലയിൽ ഞാൻ ഒരു പേൻ എടുത്താൽ എനിക്ക് 1000 രൂപ തരാമെന്ന്. കുറേ കാലം മുമ്പ് ഒരു ന്യൂസ് വന്നായിരുന്നു. ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ കബളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇന്ന് വന്ന് എനിക്ക് 1000 രൂപ വില ഇട്ടിരിക്കുന്നത്. അതേടി, അതൊക്കെ അറിയാമല്ലേ? കുറച്ച് നാൾ മുമ്പ് ഈ കാശ് മേടിച്ച് കബളിപ്പിച്ചു എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറിയ ആൾ തന്നെയാണ് ഈ രേണുസുതി. ഇപ്പോൾ അവൾക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു സോഴ്സും ഒരു കഴിവും ഉണ്ടായിക്കൊടുത്തത് ആരാ? ദൈവം. അപ്പോൾ അമ്പിളി മാമനെ കണ്ടുകൊണ്ട് താഴെ കിടന്ന് പട്ടികൾ കുറച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം അത് ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഇത്രയും സോഷ്യൽ മീഡിയ കിടന്ന് കീറി മുറിച്ചിട്ടും അവൾ നീ ഇപ്പോൾ ലാസ്റ്റ് അവൾക്ക് താണ്ടേ ഒന്നും പറ്റാത്തത് കേട്ടാ. നീയൊക്കെ വെറുതെ അവിടെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമുക്കറിയത്തില്ലേ? കണ്ടെന്നിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ. മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. അതാണ് മോളെ, നമ്മൾ ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും നമ്മളുടെ മുന്നിൽ അല്ലെങ്കിൽ പിന്നിൽ നമ്മളിൽ ദൈവമുണ്ടോ എന്ന് വിശ്വസിച്ച് ഓരോ ചുവട് മുന്നോട്ട് വെച്ചാലും അത് പിഴയ്ക്കില്ല. സത്യസന്ധമായ രീതിയിൽ പോയാൽ ദൈവത്തിൻ്റെ തുണ നമുക്കുണ്ടാവും. പിന്നെ നിനക്കല്ലേ അങ്ങ് വിഷമം? രേണുസുതി തലേന്ന് പേൻ എടുക്കുന്നതെന്ന് ഞാൻ ഇന്ന് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടു. നിനക്ക് വേറെ എവിടെ നിന്നാണ് പേൻ വരുന്നത് നമുക്കറിയത്തില്ല. നമ്മളെയൊക്കെ തലയിൽ തന്നെയാണ് പേൻ ഉള്ളത്. അപ്പോൾ പേൻ എടുക്കുമ്പോൾ 1000 രൂപ തരാന്നിപ്പോൾ നിനക്കിത്ര ആക്ഷേപം എന്ത്? പിന്നെ നിൻ്റെ ജോലി എന്തുവാ? നിൻ്റെ മുമ്പിൽ വരുന്നവരുടെ തലയിലെ പേൻ എടുത്ത് മാറ്റുക, ഈരെടുത്ത് മാറ്റുക, തല വാഷ് ചെയ്ത് കൊടുക്കുക, സ്പാ ചെയ്ത് കൊടുക്കുക, കാല് കഴുകി കൊടുക്കുക, കൈ കഴുകി കൊടുക്കുക. മീൻസ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ. ബ്യൂട്ടി പാർലറല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിനക്കിത്ര ആക്ഷേപം എന്ത്? ഇതൊക്കെ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലല്ലേ? അപ്പോൾ 1000 രൂപ തരാമെന്ന് പറഞ്ഞു. നീ ഒരു ഹെയർ വാഷിന് ഡാൻഡ്രഫൊക്കെ എടുത്ത് ചുരണ്ടി കളയുന്നതിന് 500 രൂപ മേടിക്കുന്ന അവൾ 1000 രൂപ തരാമെന്ന് പറഞ്ഞില്ല. അത് ആക്ഷേപമായിട്ട് കാണല്ലേ മോളെ? അപ്പം ഇതൊന്നും അല്ല. നീ പിന്നെ പാർലർ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ സ്വന്തം തൊഴിലിനോട് പോലും നീതി പുലർത്താൻ കഴിയാത്ത നീയൊക്കെയാണോ ഒരു ബ്ലാഗർ എന്ന് പറഞ്ഞ് വന്നിരുന്ന് കുരയ്ക്കുന്നത്? സ്വന്തം തൊഴിലിനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് നീ സംസാരിച്ചത്. അതുകൊണ്ട് ഇതിനുള്ള മറുപടി എനിക്ക് നാഗച്ചേച്ചി കൊണ്ട് തന്നെ തിരിക്കണം. നാഗച്ചേച്ചി കൊടുത്തോ? അല്ല, നിനക്കൊക്കെ അതിന് എന്തിൻ്റെ സൂക്കേടാ? അവർ സമൂഹത്തിന് എന്ത് ചെയ്തു ആ എഴുതി വെച്ച് ഞാനൊന്നും ഇപ്പോൾ പറയാം. എൻ്റെ ഭാഷകൾ പറഞ്ഞാലുണ്ടല്ലോ ഇന്നിവിടെ നിൽക്കത്തില്ല. അടുത്ത വീഡിയോ കാണട്ടെ.
ആണ്. തിരുവസ്ത്രത്തെയും മതത്തെയും ഒക്കെ അവഹേളിച്ച, മുലക്കച്ച കെട്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നീ അങ്ങ് അട്ടഹസിച്ച് അവഹേളിച്ച നിനക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയ്യോ ആണോ? ഷേ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത്. ഇനി മുതല് നേരിട്ട് പോയി അതിനുള്ള പണി വാങ്ങിച്ചാ മതി. ഷേ ഞാൻ നിന്നെ കൂടി കൊണ്ടുപോകാന്ന് വിചാരിച്ചതാ. ഓ സോറി, നീ പിന്നെ ചെന്നല്ലല്ലോ പണി മേടിക്കുന്നത്, അവിടെ വന്ന് നിനക്ക് പണി തരുമല്ലോ ചെയ്യുന്നത്. ആ സോറി, വേണ്ട, ഞാൻ പോയി മേടിച്ചോളാം കേട്ടാ. അപ്പൊ നിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കുറെ ഊളുകൾ വന്ന് കമന്റ്സ് ഇടാറുണ്ട്. നീ എന്തോ ജാൻസിറാണിയാണെന്നും നീ എന്തോ മറ്റേ സംഭവമാണെന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങ് മേലെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇത് ഓഹോ അങ്ങനെയാണോ? അപ്പം നിനക്കും ഇഷ്ടംപോലെ കമൻറ്റുകൾ വരുന്നുണ്ടല്ലോ. അതോ ഈ പോസിറ്റീവ് കമൻറ്റ് ഇടുന്നവർ മാത്രം നല്ലവരും നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെല്ലാവരും മുളകൾ എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? പിന്നെ നിനക്ക് വരുന്ന എന്തോരം നെഗറ്റീവ് കമൻറ്റുകളാടി. നീ ഇടുന്ന വീഡിയോ ഇടയിൽ ഉണ്ടടി നിനക്ക് നെഗറ്റീവ് കമൻറ്റുകൾ. അതൊക്കെ നീ എടുത്ത് വായിച്ച് നോക്ക്. പോസിറ്റീവ് കമൻറ്റ് ഇടുന്നതാണെങ്കിൽ, നല്ല കമൻറ്റ് ഇടുന്നവരാണെങ്കിൽ നിന്നെപ്പോലെ കണ്ണടച്ച് ഇട്ടാക്കാൻ ശ്രമിക്കുന്നവരല്ല. അവർക്ക് കല്ലും പതിരും തിരിച്ചറിയാനുള്ള വിവേകം ഉള്ളവർ തന്നെയാണ് ഓരോ വീഡിയോ കണ്ടും അത് കാൽക്കുലേറ്റ് ചെയ്ത് സത്യവും കള്ളവും തിരിച്ചറിഞ്ഞ് കമൻറ്റ് ഇടുന്നത്. അത് ഊളകളായിട്ടല്ലടി, ബുദ്ധിയുള്ളവരായിട്ടാണ്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും ഉള്ളവർ തന്നെയാണ് കമൻറ്റ് ഇടുന്നത്. പിന്നെ നീ ഇടുന്നതിനെല്ലാം നല്ലതാണെന്ന് നിനക്ക് തോന്നി, നിന്റെ അതിൻ്റെ താഴെ നിന്നെ സുഖിപ്പിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അത് നീ വെച്ചോണ്ടെങ്കിരുന്നോ? അതെടി, ഞാൻ വലിയ സംഭവം തന്നെയാണ്, ഞാൻ അങ്ങ് പൊങ്ങും. ഞാൻ ഈ പൊങ്ങിപ്പോകുന്ന സമയത്ത് നീ എന്തിനാ താഴെ വന്നിന്നുണ്ട് മുകളിലോട്ട് നോക്കുന്നത്? അത് മോശമല്ലേ? അവിടെ അടങ്ങിയില്ലേ? നീ തല താഴ്ത്തി താന്നിയില്ലേ? അല്ലടി, സത്യം പോലും തിരിച്ചറിയാതെ ഇതിൻ്റെ ആ സത്യാവസ്ഥ എന്താണെന്നറിയാം. അതിനകത്ത് നേരും ന്യായമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ ചുമ്മാ വന്നിരുന്നങ്ങ് വെളുപ്പിച്ച് ഒരു വീഡിയോ ഇടുന്നതിന് എങ്ങനെയാ? ഡേ പേയ്മെൻ്റ് ആണോ അതോ അതിൻ്റെ റീച്ച് അനുസരിച്ചാണോ നിനക്ക് പേയ്മെൻറ്റ് തരുന്നത് ഒരു വീഡിയോയ്ക്ക്? അങ്ങനെ നിനക്ക് വല്ല പേയ്മെൻറ്റും കിട്ടുന്നുണ്ടെങ്കിൽ നീ അത് മേടിച്ച് തിന്നുകൊണ്ട് നീ അവിടെ ഇരുന്നോ. നീ ബാക്കിയുടെ നെഞ്ചത്തോട്ട് വന്ന മോളെ അതിനെക്കാട്ടി നെഞ്ചത്ത് അടുപ്പ് കൂട്ടി പൊങ്കാല ഇടും ഞാൻ കേട്ടാ. പറഞ്ഞേട്ടല്ലോ. ഓ ഇല്ല, കൊടുത്തു ഇതിന് കൊടുക്കണം, ഇതിന് കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ നമ്മുടെയൊക്കെ വീഡിയോ കണ്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരെയാണ് ഊളാണെന്ന് പറഞ്ഞത്. ഞാൻ മഹാറാണി എന്നെ ഒരുപാട് ആക്ഷേപിച്ചു. കൊടുത്തു, ഇത് എൻ്റെ ഫുൾ സപ്പോർട്ട്. എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊടുത്തു. മയിരെ നിനക്കാണ് ഭ്രാന്ത്, അറിയാമോ മയിരെ? നിന്നെ ഈ ഭാഷയിൽ വേണം ശാസിച്ച്. നീ നേരെ വണ്ണം ആവത്തില്ല. ആദ്യം നീ എന്ത് ചെയ്യണം? എന്റെ അത്രയും കഴിവും ക്വാളിറ്റിയും വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ടാക്കണം. അത് ഞാൻ ജീനിയസ് ആണ്. അത് നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കും. അപ്പൊ നിന്നേക്കാൾ അറിവും ബോധവും ഒക്കെ ഉണ്ട് എനിക്ക്. സ്റ്റോപ്പ്. ഇന്നത്തേക്ക് ഇത്ര മതി, പോവരുത്, അവിടെ നിൽക്കണം. 2 പ്രാവശ്യം കൂടെ ഒന്ന് വരേണ്ടി വരും. ഞങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഇത്രയ്ക്ക് നീളം ഉണ്ടോ നിന്റെ മുടിക്ക്? വല്ലപ്പോഴൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെയ്യടി. പിന്നെ ഇങ്ങനെ എടുത്തിടുന്നതിനെക്കാട്ടി നല്ലത് ഊതിയെടുക്കാമല്ലോ, അതായിരിക്കും സൂപ്പർ. അസൂയയ്ക്കും കുശുമ്പിനും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല മോളേ. അവിടെ ഇരുന്ന് മോങ്ങ് നീ. അല്ല നീ ഇത് ആരെയാടി ഞങ്ങളെന്ന് പറയുന്നത്? അതിലൊരു വ്യക്തിത്വം കാണിരടി, സ്വന്തമായിട്ട് അഭിപ്രായം പറയടി. ഞങ്ങളെന്ന് പറഞ്ഞ ആൾക്കാരെ കൂട്ടിയിടാതെ. അതോ ഈ ഞങ്ങളെന്ന് പറയുമ്പോൾ നിനക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഈ ഞങ്ങളെ കൂട്ടുപിടിക്കാതെ നിനക്ക് ഒറ്റയ്ക്കൊന്നും പറ്റില്ല. ആ നാഗച്ചേച്ചി കമോണ്ടറാ എടി, നിന്നോട് ഇന്നത്തേക്കായല്ലോ. അപ്പൊ ശരി, പോടാ മയിരെ പോ. നിങ്ങളെയും പറയുമ്പോ നിനക്ക് അങ്ങനെ തോന്നും. നിന്നെ പോലുള്ള തായോളികളാണ് ഇതിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പൊ വിദ്യാഭ്യാസമുള്ള ഞാന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞങ്ങോട്ട് ഇടുമ്പോൾ ഇതിനെയൊക്കെ മാറ്റിക്കളയാനായിട്ട് നിന്നെ പോലുള്ള പറയുന്നത് നാട്ടിലെ തന്തയിലും ഇത് തന്നെയായിരുന്നു പറഞ്ഞൊപ്പിച്ചത്. അത് പറഞ്ഞങ്ങ് പ്രചരിപ്പിച്ചു. ഒരാള് പലവരും ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ചപ്പോ ലോകം മുഴുവൻ ഇതായി. ബോധവും വിദ്യാഭ്യാസം ബുദ്ധിയുള്ളവർ കുറെ ആളുകൾ അത് മനസ്സിലാക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. ആഭാസം മയിരെ, മനസ്സിലായോ? നിന്നെ പോലുള്ള തായോളികൾക്കാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ എങ്ങനാ? മഞ്ജുവിന് കിട്ടേണ്ടത് കിട്ടിയല്ലോ അല്ലേ? അപ്പം എന്തായാലും നീ ഞങ്ങൾ എന്ന് പറഞ്ഞല്ലേ കൂട്ടുപിടിക്കുന്നു, അവർക്കും കൂടി ഇച്ചിരി അങ്ങ് കൊടുത്തേരെ. ഓക്കെ, കിട്ടിയല്ലോ. പോക്കോ. ഹായ് ഫ്രണ്ട്സ്, എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ കയ്യിലെ സ്റ്റിച്ച് എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചിട്ടില്ല. ഇതുണ്ടോ, 3 തയ്യലുണ്ടായിരുന്നു. ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ?
ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു വെരി മച്ച്.